ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇന്ന് അമ്പലത്തിലൊന്ന് പോകണം. ആമയുടെ അമ്പലത്തിൽ തൃപ്പൂണിത്തുറ കഴിഞ്ഞ് പോകണം. ഉദയംപേരൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ കൊറോണയ്ക്ക് കാരണം ഞാൻ ഇന്നലെ തന്നെ അമ്പലത്തിൽ വിളിച്ച് ചോദിച്ചു കുട്ടികളെ കയറ്റാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് എല്ലാവരും കൂടിയേ പോകണം. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോണത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും പിള്ളേർക്ക് വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഞാനിത് ചെറിയ പാക്കറ്റ് മേടിക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. പോയി വന്നിട്ട് പറഞ്ഞുതരാം. ഈ ബിസ്ക്കറ്റ് 120 ഗ്രാമിന് 30 രൂപയാണ് വില. അതിൻ്റെ തന്നെ ചെറിയ പാക്കറ്റ് 46.3 ഗ്രാമിന് 10 രൂപ. അപ്പോൾ നമുക്ക് ചെറുത് 3 മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-18 ഗ്രാം നമുക്ക് കൂടുതൽ കിട്ടും. ഇത് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ ബിസ്ക്കറ്റിലും ഇങ്ങനെ തന്നെയാണ്. ഇത് 100 ഗ്രാമിന് 20 രൂപ. ഇതിൻ്റെ തന്നെ ചെറുത് 60 ഗ്രാമിന് 10 രൂപ വില. ഇതാ ഈ ബിസ്ക്കറ്റിന് 120 ഗ്രാമിന് 20 രൂപ. അതിൻ്റെ ചെറുത് 80 ഗ്രാമിന് 10 രൂപ. ഇതാ ഈ ബിസ്ക്കറ്റിന് 200 ഗ്രാമിന് 60 രൂപ. ഇതിൻ്റെ ചെറുത് 30 രൂപയ്ക്ക് 120 ഗ്രാം കിട്ടുന്നുണ്ട്. ഇതാ ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കലക്കി കൊടുക്കുന്ന സാധനമാണ്. 200 ഗ്രാമിന് 105 രൂപ. ഇതാണ് ഈ ബോക്സിൻ്റെ വില. ഇതേ ഐറ്റം തന്നെ നമ്മൾ 5 രൂപയുടെ പാക്കറ്റിൽ 15 ഗ്രാം കിട്ടുന്നുണ്ട്. 15 ഗ്രാം 5 രൂപ. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് എത്ര രൂപയുടെ വ്യത്യാസം വരുന്നുണ്ടെന്ന്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ ബോക്സിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങില്ല. ഇതിപ്പോൾ കഴിക്കുന്ന സാധനങ്ങളിൽ മാത്രമൊന്നുമല്ല കേട്ടോ. ഇത് 99 രൂപയ്ക്ക് ഇതിൽ കിട്ടണത് 5 എണ്ണമാണ്. ഇതാ 34 രൂപയ്ക്ക് 2 എണ്ണം കിട്ടും. അപ്പോൾ ഇതൊന്ന് നോക്കുക. ഇതാ ഇത് ടൂത്ത് പേസ്റ്റ്. ഇതാ ഇത് 100 ഗ്രാമിൻ്റെ ടൂത്ത് പേസ്റ്റാണ്. വില വരുന്നത് 52 രൂപ. അതേ സാധനം തന്നെ ചെറുത് 20 രൂപയ്ക്ക് 46 ഗ്രാം. പിന്നെ ഇങ്ങനെയൊക്കെ ഇൻഡു മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ ഈ കമ്പനിക്കാർക്ക് എതിരൊന്നും അല്ല കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങുമ്പോൾ ആ കമ്പനിക്കാർ തന്നെ ലാഭമുള്ള സാധനങ്ങൾ ഏതാന്ന് വിലയും തൂക്കമൊക്കെ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് നോക്കിയെടുക്കുക. അപ്പം നമുക്ക് കുറച്ച് ലാഭം കിട്ടും. നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണയാണ് വലിയ പാക്കറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ലാഭം കിട്ടും എന്നുള്ളത്. പക്ഷേ നേരെ തിരിച്ചാണ്. ചെറുത് വാങ്ങുമ്പോഴാണ് നമുക്ക് മിക്കവാറും എല്ലാ ഐറ്റത്തിലും ലാഭം വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം നമുക്ക് തന്നെയാണ്. കമ്പനിക്കാർ തന്നെയാണ് നമുക്ക്
ഈ സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്നേക്കണത്. നമ്മളതൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ ലാഭം നമുക്ക്, അല്ലെങ്കിൽ ലാഭം കമ്പനിക്കാർക്ക്. അപ്പൊ ഇതൊരു ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഇൻഫർമേഷൻ നമുക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ പരമാവധി